എല്ലാവർക്കും നമസ്കാരം. ഇന്നിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് ന്യായം എന്ന വിഷയത്തെക്കുറിച്ചിട്ടാണ്. എന്താണ് ന്യായം? ന്യായം എന്ന പദത്തിന് സന്ദർഭാനുസരണം പല അർത്ഥങ്ങളും ഉണ്ട്. യുക്തി, തർക്കം, ശരിയായ യുക്തിചിന്തയിലൂടെ സത്യം കണ്ടെത്തുന്ന രീതി. നീതി, ധർമ്മം, ന്യായമായ പ്രവർത്തനം, നീതിപൂർവമായ തീരുമാനം, പ്രമാണ പരിശോധന, തെളിവുകളെ അടിസ്ഥാനമാക്കി വസ്തുത നിർണ്ണയിക്കുന്ന മാർഗം, ഷഡ്ദർശനങ്ങളിൽ ഒന്ന്. മഹർഷി ഗൗതമൻ പ്രണീതമായ ന്യായദർശനം തർക്കശാസ്ത്രത്തിനും പ്രമാണ വിചാരത്തിനും പ്രാധാന്യം നൽകുന്ന ഭാരതീയ ദാർശനിക സമ്പ്രദായമാണ്. ഇതിന്റെ നിരുക്തി നീയതേ വിവക്ഷിതാർത്ഥ അനേനായിതി ന്യായ. നീയതേ വിവക്ഷിതാർത്ഥ അനേനായിതി ന്യായ, ഇതിലൂടെ ഉദ്ദേശിക്കുന്ന അർത്ഥത്തിലേക്ക് നയിക്കപ്പെടുന്നു, അതുകൊണ്ട് അതിന് ന്യായം എന്ന് പറയുന്നു. ഈ ന്യായദർശനത്തില് 4 പ്രധാന പ്രമാണങ്ങളുണ്ട്. അതൊന്ന് പ്രത്യക്ഷം, 2 അനുമാനം, 3 ഉപമാനം, 4 ശബ്ദം. അപ്പോ അതിൽ എന്താണ് പ്രത്യക്ഷം? ന്യായദർശനത്തിലെ പ്രധാന പ്രമാണങ്ങളിൽ ഒന്നാണ് പ്രത്യക്ഷം. ഇന്ദ്രിയങ്ങളിലൂടെ നേരിട്ട് ലഭിക്കുന്ന യഥാർത്ഥ ജ്ഞാനമാണ് പ്രത്യക്ഷം. നിരുക്തി, പ്രതി, അക്ഷം, പ്രത്യക്ഷം. അക്ഷം ഇന്ദ്രിയം, പ്രത്യേകിച്ച് കണ്ണ്. പൊതുവെ എല്ലാ ജ്ഞാനേന്ദ്രിയങ്ങളും വിടുമെങ്കിലും കണ്ണിനെ പ്രത്യേകിച്ച് പറയുന്നു. അതിനാൽ ഇന്ദ്രിയ സന്നികർഷത്തിലൂടെ നേരിട്ട് ലഭിക്കുന്ന ജ്ഞാനം എന്നാണ് പ്രത്യക്ഷം. അപ്പോ അതില് ഇന്ദ്രിയവും വിഷയവും തമ്മിലുള്ള സന്നികർഷത്തിൽ നിന്ന് ഉത്ഭവിക്കുന്നതും വാക്കിനെ ആശ്രയിക്കാത്തതും തെറ്റില്ലാത്തതും നിശ്ചയാത്മകവുമായ ജ്ഞാനമാണ് പ്രത്യക്ഷം. അതായത് ഇന്ദ്രിയാർത്ഥ സന്നികർഷോൽപ്പന്നം ജ്ഞാനം അവ്യപദേശം, അവ്യഭിചാരി, വ്യവസായാത്മകം, പ്രത്യക്ഷം. പ്രത്യക്ഷത്തിന് പ്രധാന വിഭാഗങ്ങളാണ്. ഒന്ന് ലൗകിക പ്രത്യക്ഷം, അതായത് സാധാരണ ഇന്ദ്രിയങ്ങളിലൂടെ ലഭിക്കുന്ന ജ്ഞാനം. മറ്റൊന്ന് അലൗകിക പ്രത്യക്ഷം, അസാധാരണമായ സന്നികർഷത്തിലൂടെ ലഭിക്കുന്ന ജ്ഞാനം, അതായത് സാമാന്യ ലക്ഷണം, ജ്ഞാനലക്ഷണം, യോഗജം. ഉദാഹരണം, ഇപ്പൊ കണ്ണുകൊണ്ടൊരു ഘടം, ഒരു കലം കാണുന്നു. നമ്മൾ കണ്ണുകൊണ്ട് തന്നെ ഒരു കാണുന്നു, അത് പ്രത്യക്ഷ പ്രമാണമാണ്. ചെവി കൊണ്ട് കേൾക്കുന്നത് അത് പ്രത്യക്ഷ പ്രമാണമാണ്. മൂക്കുകൊണ്ട് പുഷ്പത്തിന്റെ സുഗന്ധം അറിയുന്നത് അതെല്ലാം പ്രത്യക്ഷ പ്രമാണമാണ്. ഈ സന്നികർഷം എന്നത് അടുത്ത ബന്ധം, സമീപ ബന്ധ സംബന്ധം, സമ്പർക്കം എന്ന അർത്ഥത്തിലാണ് സൂചിപ്പിക്കുന്നത്. ന്യായശാസ്ത്രത്തില് ഇന്ദ്രിയവും അതായത് ജ്ഞാനേന്ദ്രിയങ്ങളും വിഷയവും അറിയപ്പെടുന്ന വസ്തുവിനാണ് വിഷയം എന്ന് പറയുന്നത്. തമ്മിലുള്ള ബന്ധത്തെയാണ് ഇന്ദ്രിയാർത്ഥ സന്നികർഷം എന്ന് പറയുന്നത്. ഈ ബന്ധത്തിലൂടെയാണ് പ്രത്യക്ഷ ജ്ഞാനം ഉണ്ടാകുന്നത്. ഈ ഷഡ്വിധ 6 തരത്തിലാണ് ഇന്ദ്രിയാർത്ഥ സന്നികർഷങ്ങൾ ഉള്ളത്. എന്താണെന്ന്? ഒന്ന് സംയോഗം, അത് നേരിട്ടുള്ള സ്പർശബന്ധമാണ്. അതായത് കണ്ണുകൊണ്ട് നമ്മൾ കലം കാണുന്നു, അത് സംയോഗം എന്ന് പറയും. മറ്റൊന്ന് സംയുക്ത സമവായം, അതായത് ഇന്ദ്രിയത്തോട് സംയുക്തമായ വസ്തുവിൽ സമവായമായി നിലകൊള്ളുന്ന ഗുണത്തെ അറിയുക. ഇപ്പൊ ഘടത്തിന്റെ നിറം കാണുന്നത്. 3 സംയുക്ത സമവേത സമവായം, വസ്തുവിലെ ഗുണത്തിൽ നിലകൊള്ളുന്ന സാമാന്യത്തെ അറിയുക, അതായത് നിറത്തിലുള്ള വർണ്ണത്വം അറിയുക. മറ്റൊന്ന് സമവായം, ഇന്ദ്രിയവുമായി സമവായ ബന്ധമുള്ള വിഷയത്തെ അറിയുക. ചെവിയിലൂടെ ശബ്ദം ഗ്രഹിക്കുക. ശബ്ദം ആകാശത്തിന്റെ ഗുണമാണല്ലോ. ശ്രോതേന്ദ്രിയം ആകാശ സ്വഭാവമാണ്. സമവേത സമവായം, സമവായ ബന്ധമുള്ള ഗുണത്തിൽ നിലകൊള്ളുന്ന സാമാന്യത്തെ അറിയുക, ശബ്ദത്തിലെ ശബ്ദത്വം അറിയുക. അതുപോലെ വിശേഷണ വിശേഷ്യഭാവം, പ്രത്യേക വിശേഷ്യബന്ധത്തിലൂടെ അഭാവം പോലുള്ളവ അറിയുക. നിലത്ത് ഘടമില്ല, ഘടാഭാവം എന്ന് അറിയുക. ഇവയാണ് ന്യായശാസ്ത്രത്തിൽ പ്രത്യക്ഷ ജ്ഞാനം ഉണ്ടാകുന്നതിനുള്ള ഷഡ്വിധ ഇന്ദ്രിയാർത്ഥ സന്നികർഷങ്ങൾ. അടുത്തത് അനുമാനാണ്. എന്താണ് അനുമാനം? ന്യായദർശനത്തിലെ 2ാമത്തെ പ്രമാണമാണ് ഇത്. പ്രത്യക്ഷമായി കാണാത്ത ഒരു വസ്തുതയെ, ഒരു ലിംഗം, ഒരു ഹേതു കണ്ടറിഞ്ഞിട്ട് യുക്തിപൂർവ്വം നിഗമനം ചെയ്യുന്നതാണ് അനുമാനം. അനുമാനം, അനുമാനം. അനു എന്ന് പറഞ്ഞാൽ പിന്നാലെ, തുടർന്ന്, മാനജ്ഞാനം, അറിവ് എന്നൊക്കെ പറയും. അതായത് പ്രത്യക്ഷ ജ്ഞാനത്തെ തുടർന്നുണ്ടാകുന്ന യുക്തിസഹജമായ ജ്ഞാനമാണ് അനുമാനം. അത് തൽപൂർവകം ത്രിവിധം അനുമാനം. പ്രത്യക്ഷത്തെ മുൻനിർത്തി ഉണ്ടാകുന്നതാണ് അനുമാനം. അത് 3 വിധമാണ്. എന്തെല്ലാം? അത് ഉദാഹരണം, പർവ്വതത്തിൽ പുകയുണ്ട്. എവിടെ പുകയുണ്ടോ അവിടെ തീയുണ്ട്, അതുകൊണ്ട് പർവ്വതത്തിൽ തീയുണ്ട്. ഇവിടെ സാധ്യം തീ, ഹേതു പുക, പക്ഷം പർവ്വതം. അനുമാനത്തിന്റെ 3 വിഭാഗങ്ങൾ: പൂർവ്വവൽത്ത്, കാരണത്തിൽ നിന്ന് കാര്യത്തെ അനുമാനിക്കുക.
അത് കറുത്ത മേഘം കണ്ട് മഴ വരുമെന്ന് അനുമാനിക്കുക. ശേഷവത്ത് കാര്യത്തിൽ നിന്ന് കാരണത്തെ അനുമാനിക്കുക. ഉദാഹരണം, നദിയിൽ വെള്ളം കവിഞ്ഞൊഴുകുന്നത് കണ്ട് മുകളിൽ മഴ പെയ്തെന്ന് അനുമാനിക്കുക. സാമാന്യതോ ദൃഷ്ടം, പൊതുവായ അനുഭവത്തെ അടിസ്ഥാനമാക്കിയുള്ള അനുമാനം. ചന്ദ്രന്റെ സ്ഥാനമാറ്റം കണ്ട് അതിന് ഗതിയുണ്ടെന്ന് അനുമാനിക്കുക. ന്യായശാസ്ത്രത്തിൽ അനുമാനം വ്യാപ്തിജ്ഞാനത്തെ അടിസ്ഥാനമാക്കിയുള്ള പ്രമാണമാണ്. അഥവാ എവിടെ പുകയുണ്ടോ അവിടെ തീയുണ്ട് എന്ന അവിനാഭാവബന്ധം വ്യാപ്തി ഉറപ്പായിരിക്കണം. അടുത്തത് ഉപമാനാണ്. ന്യായദർശനിലെ മൂന്നാമത്തെ പ്രമാണമാണത്. സാദൃശ്യത്തിലൂടെ, അതായത് സാമ്യത്തിലൂടെ ഒരു പദത്തിന്റെയും അതിന്റെ അർത്ഥത്തിന്റെയും ബന്ധത്തെക്കുറിച്ചുണ്ടാകുന്ന ജ്ഞാനമാണ് ഉപമാനം. പ്രസിദ്ധ സാധർമ്യാത് സാധ്യസാധനം ഉപമാനം. പ്രസിദ്ധമായൊരു വസ്തുവായുള്ള സാദൃശ്യത്തെ അടിസ്ഥാനമാക്കി അറിയാത്തൊരു വസ്തുവിനെ അറിയുന്നതാണ് ഉപമാനം. പ്രസിദ്ധമായ ഉദാഹരണം, ഒരു വനവാസി ഒരാളോട് പറയുന്നു, ഗവയഹ ഗോസദൃശ, ഗവയം പശുവിനെ പോലുള്ള മൃഗമാണ്. പിന്നീട് അയാൾ കാട്ടിൽ പശുവിനെ പോലുള്ള ഒരു മൃഗത്തെ കണ്ടപ്പോൾ ഇതാണ് ഗവയം എന്ന ജ്ഞാനം ഉണ്ടാകുന്നു. ഈ ജ്ഞാനത്തിന് കാരണമാകുന്ന പ്രമാണം എന്താണ്? അതാണ് ഉപമാനം. ഉപമാനത്തിന്റെ സാരം എന്ന് വെച്ചാൽ, അറിയാവുന്ന വസ്തു പശു, അറിയാത്ത വസ്തു ഗവയം. അതിന്റെ സാമ്യം, സാദൃശ്യം, രണ്ടും തമ്മിലുള്ള സാദൃശ്യം ഗവയ എന്ന പദം ആ മൃഗത്തെ സൂചിപ്പിക്കുന്നു എന്ന അറിവുണ്ടാക്കുന്നു. ഇങ്ങനെ സാദൃശ്യത്തിന്റെ അടിസ്ഥാനത്തിൽ ലഭിക്കുന്ന ജ്ഞാനമാണ് ഉപമാനം. അടുത്തത് ശബ്ദമാണ്. ന്യായദർശനത്തിലെ നാലാമത്തെ പ്രമാണമാണ്. അതിന്റെ നിർവചനം എന്താ? ആപ്തപുരുഷന്റെ, അതായത് വിശ്വസനീയനും സത്യവാദിയുമായ വ്യക്തിയുടെ ഉപദേശത്തിലൂടെ ലഭിക്കുന്ന യഥാർത്ഥ ജ്ഞാനമാണ് ശബ്ദപ്രമാണം. ആപ്തോപദേശ ശബ്ദ എന്ന് സൂത്രം. ആപ്തന്റെ, സത്യജ്ഞാനമുള്ളതും അസത്യവചനമില്ലാത്തതുമായ വ്യക്തിയുടെ ഉപദേശമാണ് ശബ്ദപ്രമാണം. ആപ്തൻ ആരാണ്? യഥാർത്ഥ ജ്ഞാനമുള്ളവൻ, സത്യം പറയുന്നവൻ, മറ്റുള്ളവരെ വഞ്ചിക്കാത്തവൻ, അറിയുന്ന കാര്യം യഥാർത്ഥമായി ഉപദേശിക്കുന്നവൻ. ശബ്ദപ്രമാണത്തിന്റെ വിഭാഗങ്ങൾ വൈദിക ശബ്ദമുണ്ട്, അതായത് വേദവാക്യങ്ങൾ, ന്യായപരമ്പരയിൽ ഇവക്ക് പരമപ്രാമാണ്യം നൽകുന്നു. മറ്റൊന്ന് ലൗകിക ശബ്ദമാണ്, വിശ്വസനീയമായ മനുഷ്യരുടെ വാക്കുകളും. ഉദാഹരണമായിട്ട് ഗുരു പറയുന്നത് കാശി ഗംഗാതീരത്താണ്, അത് കേട്ട് കാശിയെക്കുറിച്ചുള്ള ജ്ഞാനം ലഭിക്കുന്നത്. വേദം പറയുന്നത് അഗ്നിഹോത്രം സ്വർഗസാധനമാണ് എന്നറിവ് ശബ്ദപ്രമാണത്തിലൂടെയാണ് ലഭിക്കുന്നത്. ഇങ്ങനെ പ്രത്യക്ഷം, അനുമാനം, ഉപമാനം, ശബ്ദം എന്നിവയാണ് ന്യായദർശനം അംഗീകരിക്കുന്ന 4 പ്രധാന പ്രമാണങ്ങൾ. ഇത്രയും പറഞ്ഞ് ഇപ്പോഴത്തെ ഈ കാര്യങ്ങൾ ഇവിടെ ഉപസംഹരിക്കുന്നു.